ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗം പി.ആർ. ശ്രീജേഷിന് 2 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ ശ്രീജേഷിനെ ജോയിന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകുവാനും തീരുമാനിച്ചു. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മറ്റ് 8 മലയാളി കായിക താരങ്ങൾക്കും 5 ലക്ഷം രൂപ വീതവും പാരിതോഷികം പ്രഖ്യാപിച്ചു. പി.ആർ. ശ്രീജേഷിന് കേരള സർക്കാർ 2 കോടി രൂപയാണ് അദ്ദേഹത്തിന് സമ്മാനമായി നൽകാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തെ ജോയിന്റ് ഡയറക്ടറായി ഇന്നത്തെ മന്ത്രിസഭാ യോഗം പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. മലയാളി താരങ്ങൾ ശ്രീ സാജൻ പ്രകാശ്, ശ്രീശങ്കർ, അലക്സ് ആന്റണി, മുഹമ്മദ് അനസ്, കെ.ടി. ഇർഫാൻ, എം.പി. ജാബിർ, നോഹ നിർമ്മൽ, ടോം, അമോജ് ജേക്കബ് അവർക്കെല്ലാം ഒരു പ്രോത്സാഹ സമ്മാനമായി 5 ലക്ഷം രൂപ വീതം പ്രഖ്യാപിക്കുകയാണ്. തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്ന് കരുതുന്നതായും ശ്രീജേഷ് പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തിൽ. ഞാൻ വിശ്വസിച്ചതുപോലെ തന്നെ ഒളിമ്പിക്സിൽ 41 വർഷത്തിന് ശേഷം നേടിയ ഒരു വെങ്കല മെഡലിന് അത് അർഹിക്കുന്ന ഒരു പാരിതോഷികം, അതോടൊപ്പം തന്നെ അതിലർഹിക്കുന്ന ഒരു പ്രൊമോഷനാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് എനിക്ക് തന്നത്. സ്പോർട്സ് മിനിസ്റ്ററും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും പേഴ്സണലായിട്ട് വിളിക്കുകയും അവർ മന്ത്രിസഭയുടെ തീരുമാനം എന്നെ അറിയിക്കുകയും ചെയ്തു. ഉറപ്പായിട്ടും ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഈ ഒരു സമ്മാനം വരും തലമുറയിൽ ഒളിമ്പിക്സിന് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ ആഗ്രഹിക്കുന്ന പല അത്ലറ്റുകൾക്കും ഒരു എനർജി നൽകും, അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും വലിയൊരു അംഗീകാരം തന്ന കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഈ പ്രതിപക്ഷമടക്കം ആക്ഷേപം ഉന്നയിച്ചിരുന്നു ശ്രീജേഷിന് എന്തുകൊണ്ട് പാരിതോഷികം നൽകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അർഹമായ രീതിയിൽ കാര്യമായി തന്നെ ശ്രീജേഷിനെ അത്തരത്തിൽ സർക്കാർ പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും അതായത് കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനം, അതായത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ചരിത്ര വെങ്കല മെഡൽ നേട്ടത്തിലൂടെ കേരളത്തിന് അഭിമാനമായി മാറിയ പി.ആർ. ശ്രീജേഷിന് പാരിതോഷികമായി 2 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് 2 കോടി രൂപ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് ശ്രീജേഷ് പ്രവർത്തിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ വകുപ്പിലെ ഈ ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്തിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനും ഈ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒളിമ്പിക്സിൽ പങ്കെടുത്ത മറ്റ് മലയാളി കായിക താരങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രോത്സാഹന സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 8 മലയാളി കായിക താരങ്ങളാണ് ശ്രീജേഷിന് പുറമെ ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നത്. അതായത് സജൻ പ്രകാശ്, ശ്രീശങ്കർ, അലക്സ് ആന്റണി, മുഹമ്മദ് അനസ്, കെ.ടി. ഇർഫാൻ, എം.പി. ജാബിർ, നോഹ നിർമ്മൽ, അമോജ് ജേക്കബ് എന്നിവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം, അതായത് പ്രോത്സാഹന സമ്മാനമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വിമർശനത്തിനിടയാക്കിയ കാര്യമായിരുന്നു. അതായത് പി.ആർ. ശ്രീജേഷ് ഇത്രയും അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കിയതിനു ശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ടും അർഹമായ പാരിതോഷികം പ്രഖ്യാപിച്ചില്ല എന്നുള്ള വിമർശനം വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരായ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇ.ഡി. നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഇ.ഡിയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി മുഖ്യമന്ത്രി അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും ഉത്തരവിട്ടു. ജസ്റ്റിസ് വി.കെ. മോഹൻ കമ്മീഷന്റെ നിയമനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ഇ.ഡി. സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാരിന് വമ്പൻ തിരിച്ചടി. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കി. 1952 കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിലെ അധികാരങ്ങൾ കമ്മീഷൻ ഉപയോഗിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വിശദമായ വാദം കേൾക്കുന്നതിനായി മുഖ്യമന്ത്രിയും അന്വേഷണ കമ്മീഷനും അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസും അയച്ചു. കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷണം നടത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്ന ഇ.ഡി. വാദം അംഗീകരിച്ചാണ് ഉത്തരവ്. അന്വേഷണം നടക്കുന്നത് നിലവിൽ കോടതിയുടെ മേൽനോട്ടത്തിലാണ്. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരവും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ അന്വേഷണം നടത്താനാവില്ല.
മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്താണ് കമ്മീഷൻ നിയമനത്തിന് ഉത്തരവിറക്കിയത്. സമാന്തര അന്വേഷണത്തിലൂടെ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും ഇ ഡി കോടതിയിൽ വാദിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേരുകൾ പറയാൻ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചുവെന്നാരോപിച്ചാണ് ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത്. നേരത്തെ സമാന വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ രജിസ്റ്റർ ചെയ്ത 2 എഫ്ഐആറുകൾ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കോടതി വിധിയിൽ സർക്കാർ നിയമവഴി തേടുമെന്നായിരുന്നു CPM-ന്റെ പ്രതികരണം. താൽക്കാലിക സ്റ്റേ ലഭിച്ചു എന്ന് കരുതി സർക്കാർ ഉന്നയിക്കുന്ന നിയമവശങ്ങൾ ഇല്ലാതാകുന്നില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞു. ഗവൺമെന്റ് നിയമപരമായിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുക. എല്ലായ്പ്പോഴും ഗവൺമെന്റ് നിയമവിധേയമായിട്ടാണ് പ്രവർത്തിക്കുക. ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനത്തിൽ കോടതി ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ മുകളിൽ മറ്റെന്ത് നടപടിക്രമങ്ങൾ എന്ന് ഗവൺമെന്റ് പരിശോധിച്ച് അവരെ ആവശ്യമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥക്ക് വിധേയമായിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്, ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ED അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച സർക്കാരിനെതിരായിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ്. കാരണം കേട്ടുകേൾവി പോലുമില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു വാദവുമായിട്ടാണ് കേരള സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ എൻക്വയറീസ് ആക്ട് അനുസരിച്ച് നിയമിച്ചത്. പിണറായി വിജയൻ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് നേരിട്ടിട്ടുള്ളത്. സർക്കാരിന്റെ മുഖത്തേറ്റ വലിയ പ്രഹരമാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ്. അധികാര ദുർവിനിയോഗവും അമിതാധികാര പ്രയോഗവുമാണ് ഈ കാര്യത്തിൽ ശ്രീ പിണറായി വിജയൻ നടത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് 23,500 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 3000-ന് മുകളിലാണ് കോവിഡ് ബാധിതർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,62,130 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.49 കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 116 മരണം കോവിഡ് മൂലമാണെന്നും സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 18,120 109 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 19,411 പേർക്ക് രോഗം ഭേദമായി. ആൾക്കൂട്ടം നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ സംസ്ഥാനത്തെ മദ്യശാലകൾ അടച്ചിടണമെന്ന് ഹൈക്കോടതി. 2 മാസത്തിനുള്ളിൽ വിൽപ്പനശാലകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതിനിടെ മദ്യം വാങ്ങാൻ RT-PCR സർട്ടിഫിക്കറ്റോ വാക്സിനേഷനോ നിർബന്ധമാക്കിയിട്ടുണ്ട്. നാളെ മുതൽ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. ആവർത്തിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടും മദ്യശാലകളിലെ തിരക്ക് കുറയാത്ത സാഹചര്യത്തിലാണ് സർക്കാരിനെതിരെ ഹൈക്കോടതി വീണ്ടും ആഞ്ഞടിച്ചത്. സംസ്ഥാനത്തെ മദ്യശാലകൾക്ക് മുന്നിലെ ആൾക്കൂട്ടം നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ അടച്ചിടണമെന്ന് കോടതി വ്യക്തമാക്കി. ജനങ്ങൾക്ക് മാന്യമായി മദ്യം വാങ്ങാൻ സൗകര്യമൊരുക്കണം. മദ്യം വാങ്ങാനെത്തുന്ന ജനങ്ങളെ പകർച്ചവ്യാധിക്ക് മുന്നിലേക്ക് തള്ളിവിടാനാവില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മദ്യം വാങ്ങുന്നവരുടെ കുടുംബങ്ങളെയും ആലോചിക്കണം. ഒന്നുകിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായി അടച്ചിടുക എന്നതാണ് മുന്നിലുള്ളത്. മദ്യം വാങ്ങാനെത്തുന്നവർക്ക് രോഗം വന്നോട്ടെ എന്ന് കരുതാനാകില്ലെന്നും മറ്റു മാർഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണെന്നും കോടതി നിരീക്ഷിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും പരിമിതമായ ഇടങ്ങളിലും സ്ഥിതി ചെയ്യുന്ന മദ്യഷോപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 2 മാസം വേണമെന്നും ബെവ്കോ അറിയിച്ചു. അതേസമയം ബെവറേജസ് ഔട്ട്ലെറ്റുകളിൽ ഇന്നു മുതൽ RT-PCR അല്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കി. ഇക്കാര്യം അറിയാതെയാണ് പലരും ഔട്ട്ലെറ്റുകളിലെത്തിയത്. ആദ്യം വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ സാധനം കൊടുക്കൂ എന്നുള്ളത് പറഞ്ഞ് താഴോട്ട് ഇറക്കുകയാണ്. സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു, അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഫസ്റ്റ് ഡോസ് എടുത്ത് ഉണ്ടായിരുന്നു കയ്യിൽ. നാളെ മുതൽ നിബന്ധന കർശനമാക്കാനാണ് ബെവ്കോ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്ക് ബോണസായി 4,000 രൂപയും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവബദ്ധയായി 2,750 രൂപയും നൽകും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 15,000 രൂപ 5 തുല്യ ഗഡുക്കളായി തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ അനുവദിക്കും. പാർട്ട് ടൈം കണ്ടിജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്കും അഡ്വാൻസായി 5,000 രൂപ നൽകും. സർവീസ് പെൻഷൻകാർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവബദ്ധ 1,000 രൂപയാണ്. കശുവണ്ടി തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷത്തെ അതേ ബോണസ് തന്നെ നൽകാനും സർക്കാർ തീരുമാനിച്ചു. കോവിഡ് കാലത്ത് നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് ആശ്വാസം. താമസ വിസ കാലാവധി UAE നീട്ടി. നിലവിൽ ദുബായ് വിസക്കാർക്ക് മാത്രമാണ് കാലാവധി നീട്ടിയിരിക്കുന്നത്. അബുദാബി, ഷാർജ ഉൾപ്പെടെ മറ്റ് എമിറേറ്റുകളിലെ വിസകളുടെ കാലാവധിയും ഉടൻ നീട്ടിയേക്കും. മെയ് മാസത്തിന് ശേഷം കാലാവധി അവസാനിച്ച
വിസകളുടെ എക്സ്പയറി ഡേറ്റാണ് നീട്ടിയിരിക്കുന്നത്. ദുബായിലെ താമസ വിസക്കാർ നാട്ടിലാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ദുബായിലെത്തി വിസ പുതുക്കണമെന്നാണ് നിയമം. എന്നാൽ യാത്രാവിലക്ക് മൂലം പലർക്കും ഇതിന് കഴിഞ്ഞിരുന്നില്ല. ഇതോടെ ഇവരുടെ വിസ കാലാവധി കഴിഞ്ഞിരുന്നു. ഇവർക്ക് തിരിച്ചെത്തി വിസ പുതുക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ വാക്സിനുകളായ കോവാക്സിനും കോവിഷീൽഡും ഇടകലർത്തി ഉപയോഗിക്കുന്നത് പഠിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാകും ഇത് സംബന്ധിച്ച പഠനവും ക്ലിനിക്കൽ പരീക്ഷണവും നടക്കുക. കോവിഷീൽഡും കോവാക്സിനും ഇടകലർത്തി പഠനം നടത്തുന്നതിന് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. ഒരേ വാക്സിൻ്റെ 2 ഡോസ് എടുക്കുന്നതിനേക്കാൾ വെവ്വേറെ വാക്സിനുകളുടെ ഓരോ ഡോസ് വീതം സ്വീകരിക്കുന്നത് പ്രതിരോധശേഷി കൂട്ടുമെന്നാണ് ICMR പറയുന്നത്. ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗറിൽ അബദ്ധവശാൽ 18 പേർക്ക് വെവ്വേറെ വാക്സിനുകൾ നൽകിയിരുന്നു. ഇവരടക്കം 98 പേരിൽ നടത്തിയ പഠനത്തിലാണ് പ്രതിരോധശേഷി കൂടുതലെന്ന് വ്യക്തമായത്. കോവിഡിനെതിരായ വാക്സിൻ യജ്ഞത്തിൽ കേരളത്തിന് കൈത്താങ്ങായി റിലയൻസ് ഫൗണ്ടേഷൻ 2.5 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ റിലയൻസ് ഫൗണ്ടേഷൻ സർക്കാരിന് കൈമാറി. ഇത് സംബന്ധിച്ച കത്ത് റിലയൻസ് ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച റിലയൻസ് ജിയോ കേരള മേധാവി KC നരേന്ദ്രനും റിലയൻസ് റീറ്റെയിൽ കേരള മേധാവി CS അനിൽകുമാറും ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. റിലയൻസ് ജിയോ പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് ജോൺ മത്തായി, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് കോർഡിനേറ്റിംഗ് ഓഫീസർ പ്രദീപ് കുമാർ, റിലയൻസ് റീറ്റെയിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ KG ജ്യോതിർ ഘോഷ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വാക്സിൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എറണാകുളം വെയർഹൌസിൽ നാളെ എത്തിക്കും. OBC പട്ടിക തയ്യാറാക്കുന്നതിന് സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിക്കുന്ന ബിൽ രാജ്യസഭയും പാസാക്കി. 187 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചു. പ്രതിപക്ഷ സഹകരണത്തോടെ ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബിൽ നിയമമായി മാറും. മറാത്ത സംവരണത്തിലും കേരളത്തിൽ ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലും നിർണായകമാണ് OBC റിസർവേഷൻ ഭേദഗതി ബിൽ. രാജ്യസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ വികാരാധീനനായി ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. സഭയിലെ ബഹളത്തെക്കുറിച്ച് സംസാരിക്കവേ ചെയർമാൻ വികാരനിർഭരമായി വിങ്ങിപ്പൊട്ടി. സഭയിൽ ഈ നിലയിലുള്ള പ്രതിഷേധത്തിന്റെയും പ്രകോപനത്തിന്റെയും കാരണം കണ്ടെത്താനാകുന്നില്ലെന്ന് വെങ്കയ്യ നായിഡു പറഞ്ഞു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ ചർച്ച ചെയ്യാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറി പ്രതിഷേധിക്കുകയും ഫയൽ വലിച്ചെറിയുകയും ചെയ്തിരുന്നു. I struggled to find out the provocation or reason for forcing this August House to hit such a... പാർലമെന്റ് വർഷകാല സമ്മേളനം സമാപിച്ചു. ലോക്സഭയും രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഓഗസ്റ്റ് 13 വരെയായിരുന്നു സമ്മേളനം തീരുമാനിച്ചിരുന്നതെങ്കിലും 2 ദിവസം മുമ്പ് അവസാനിപ്പിക്കുകയായിരുന്നു. പെഗസസ് ഫോൺ ചോർത്തൽ, കാർഷിക നിയമം, വിലക്കയറ്റം, ഇന്ധന വില വർധന തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ എല്ലാ ദിവസവും തടസ്സപ്പെടുകയായിരുന്നു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ സഹകരണ വകുപ്പിലെ 16 ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. ക്രമക്കേട് അന്വേഷിച്ച ഉദ്യോഗസ്ഥല സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ വകുപ്പിന്റെ നടപടി. വായ്പാ തട്ടിപ്പിൽ ഭരണസമിതിക്ക് വീഴ്ച പറ്റിയതായി സഹകരണ വകുപ്പ് നിയോഗിച്ച 9 അംഗ സമിതി പ്രാഥമിക റിപ്പോർട്ട് നൽകി. മഞ്ചേശ്വരം മുൻ MLA MC ഖമറുദ്ദീൻ പ്രതിയായ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പൂക്കോയ തങ്ങളെ റിമാൻഡ് ചെയ്തു. ഹൗസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. 10 മാസമായി നേപ്പാളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന തങ്ങൾ ഇന്ന് രാവിലെയോടെയാണ് കോടതിയിൽ കീഴടങ്ങിയത്. ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ ഉയരുന്നു. 11 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. കിന്നൌർ ദേശീയപാതയിൽ ഉച്ചയോടെയാണ് അപകടം. സഞ്ചാരികളുമായി പോവുകയായിരുന്ന ഹിമാചൽ പ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിന് മുകളിലേക്കാണ് പാറക്കെട്ടുകളും മണ്ണും അടർന്നു വീണത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.